ചെമ്പൻ, ജൂജു, സൗബിൻ, വിനയ് ഫോർട്ട് ലുക്കു, ഇങ്ങനത്തുള്ള സുർജിത്ത്, ഇങ്ങനെയുള്ള അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളൊക്കെ പിള്ളേരൊക്കെ അല്ലേ. അപ്പൊ ആ പിള്ളേരൊക്കെ ഇതിനകത്ത് അഭിനയിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യോ എനിക്ക് മറ്റേ ഇതിന്റെ കഥ മൊത്തം അറിയണം, ഇത് ഇങ്ങനത്തുള്ള പടമൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല, ഞാൻ നടനാവണ്ടേ എന്നിട്ടല്ലേ അതൊക്കെ പറയേണ്ട ആവശ്യമുള്ളൂ. ഞാനവരുടെ കൂടെ കൂടി എനിക്ക് അരി മേടിക്കണം, ആ സംഭവം ചെയ്താ അങ്ങനെയാണ് ആ സംഭവം അനുഭവം വന്നത് ചുരുളിയുടെ. ഓക്കെ. ഇപ്പം ആദ്യം ഡയലോഗ്സിനെ പറ്റി കേട്ടപ്പം ഇത്രയും എന്താ പറയാ ഫോൾ ലാംഗ്വേജ് അല്ലെങ്കിൽ തെറിയൊക്കെ പറയേണ്ടി വരുന്നത് ചേട്ടൻ എന്തെങ്കിലും ഒരു മടിയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അതോ ഇല്ല എന്തും റെഡിയാണ്? ഇല്ല ആറൊന്നുമില്ല, അതൊന്നും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അടിസ്ഥാനമായിട്ടൊരു കലാകാരനായിട്ട് വന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ തറവാടെന്നൊക്കെ പറയുന്ന അല്ലേ, അതൊരു തറവാടിത്തമുണ്ട്. എല്ലാവർക്കും ഒരു വീടില്ലാത്തവർക്കും തറവാടിത്തമില്ല, അവർ ഷെഡിലാണ് കിടക്കണമെങ്കിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു വലിയ വീട്ടിൽ വലിയൊരു വീടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അതിന്റെ ഓട്ടോറിക്ഷ പ്രസ്ഥാനവും ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, വൈൻഡിങ് മെഷീനൊക്കെ വൈൻഡ് ചെയ്യില്ല, മോട്ടറൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുന്ന ഒരു സ്കൂളിലൊന്നും വെച്ചൊരു വലിയ കലാപരിപാടിയൊന്നും നടത്തിയിട്ടുള്ള ആളല്ല. വലിയ കലയിൽ വലിയ അടിസ്ഥാനമൊന്നുമില്ല. വന്ന് കയറിയപ്പോൾ ഓരോ ഡയറക്ടേഴ്സ് വിളിച്ചിട്ട് ഓരോ കഥാപാത്രം തരുന്നു. അത് ഞാൻ മറ്റുള്ള ഏതെങ്കിലും എൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുള്ള ഒരാളെയായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്തു പോകുന്നു.